ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ദിവസത്തെ ഫുൾ ഡേ റൊട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഇതിൽ തുടക്കക്കാർക്ക് പോലും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മട്ടൻ യക്നി പുലാവിൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെയ്പ്പത്തിലും നല്ലൊരു ബീഫ് കുറുമയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോക്കുക. ലഞ്ച് ബോക്സ് റെഡി ആക്കുന്നതും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോലെ. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത്. അങ്ങനെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ മുറ്റത്തേക്കാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മുറ്റത്ത് കുറച്ച് പണിയുണ്ടേനും. മഴയില്ലാത്ത സമയം നോക്കിയിട്ടില്ലേ നമുക്ക് മുറ്റടിക്കാനും മുറ്റം ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ മുറ്റത്തുള്ള പണിയെല്ലാം കഴിച്ചിട്ട് ഇങ്ങ് കയറാമെന്ന് വിചാരിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. തലേ ദിവസം വൈകുന്നേരം ചെടി കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനും. അപ്പോൾ ഇതൊന്നും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. പിന്നെ ഇതാ ഞാൻ വേഗം തന്നെ അതൊന്ന് ക്ലീൻ ആക്കി എടുക്കുക. പിന്നെ കുറച്ച് മുറ്റടിക്കാനെല്ലാം ഉണ്ടേനും. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കലാണ്. നമ്മളെ വീട്ടിൻ്റെ മുറ്റം നല്ല വൃത്തിയായിട്ട് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമല്ലേ ഉണ്ടാവാൻ. ആരെങ്കിലും പെട്ടെന്ന് കയറി വരുമ്പോൾ ഫസ്റ്റായിട്ട് കാണുന്ന ഒരു ഏരിയ നമ്മളെ വീട്ടിൻ്റെ മുൻഭാഗത്തുള്ള മുറ്റമല്ലേ. അപ്പോൾ അതെപ്പോഴും ക്ലീനായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഒരേപോലെ ഒന്നും ആയിരിക്കില്ല കേട്ടോ വീട്ടിലുള്ള പണികളും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ. നമുക്ക് ഫസ്റ്റായിട്ട് എന്താണോ തോന്നുന്നത് അത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല ഏത് സമയത്തും മഴ പെയ്യാതിരിക്കാം അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വേഗം മുറ്റം അടിക്കലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങ് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ എൻ്റെ മുറ്റടിക്കലും ക്ലീനിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. വീട് നല്ല മുറ്റം നല്ല വൃത്തിയായിട്ട് കാണുമ്പോൾ. മുറ്റം വലുതായാലും ചെറുതായാലും നല്ല നീറ്റായിട്ട് കാണുമ്പോൾ നല്ലൊരു സമാധാനം എന്നിട്ട് ഉണ്ടാവുക. എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫീലാണ് ഉണ്ടാവല്. അപ്പോൾ അതാ എൻ്റെ മുറ്റടിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുഡ് ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് എന്നെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവള്. ഇനി ഇവൾക്കൊന്ന് ഫുഡ് ഇട്ട് കൊടുക്കട്ടെ. അങ്ങനെ കുറച്ച് നേരം നോറപ്പെണ്ണ് ഫുഡ് കഴിക്കുന്നതെല്ലാം നോക്കിയിരുന്നതിന് ശേഷം പിന്നെ ഇതാ ഞാൻ വാഷ് ചെയ്യാനുള്ളതെല്ലാം വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. രാവിലെ തന്നെ ഫസ്റ്റ് തന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടേനും. പിന്നെ കുട്ടികൾ ഇറങ്ങുന്ന ആ ഒരു സമയത്തില്ലേ മഴ ഇങ്ങനെ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ മുറ്റത്ത് ഇറങ്ങിയിട്ട് ആ ഒരു കാര്യം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് വാഷ് ചെയ്യാനുള്ളതെല്ലാം വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം ചായ കുടിക്കാനാണ് തന്നിട്ടുണ്ടായിരുന്നത്. നല്ലോണം വിശന്നിട്ടുണ്ടേനും. അങ്ങനെ ദാ നെയ്പ്പത്തിലും ബീഫ് കുറുമയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കുന്നുണ്ട്. ഈ നെയ്പ്പത്തിലിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വീഡിയോ കയറി കണ്ടു നോക്കണേ. പിന്നെ ഇതാ ചായ കുടിക്കലെല്ലാം കഴിഞ്ഞിട്ട് തലേന്ന് രാത്രി കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രം ഉണ്ടേനു കേട്ടോ. ഇനി ഇതെല്ലാം അതിൻ്റെതായ സ്ഥാനത്തൊന്ന് എടുത്ത് വെക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും കഴുകുന്ന പാത്രങ്ങളിലില്ലേ അതിൻ്റെ മേലെ തന്നെ ഇങ്ങനെ വെച്ച് കുന്നുകൂടി വെക്കും. അപ്പോൾ അടിയിലുള്ള പാത്രങ്ങൾ ആ നനവാല ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് രാവിലെ തന്നെ തലേന്ന് കഴുകി വെച്ച പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കാറുണ്ട്. ഇനി ഇതാ ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മട്ടൻ യക്നി പുലാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടേനും ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ആക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ മന്തിയിൽ ഉണ്ടാക്കുന്ന റൈസില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് 250 ml കപ്പിൽ 3 കപ്പ് അളവിൽ റൈസ് എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ നേരം കുതിരാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അരി കുതിർന്ന് വരുന്ന ആ ഒരു നേരം കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതാ ഫസ്റ്റ് തന്നെ കുറച്ച് സ്പൈസസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റായിട്ട് അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വലിയ പ്ലേറ്റിൽ എടുത്ത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാർ ഇല്ലേ
എന്താ പറയുക തക്കോലം അതെടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ അളവിൽ പെരുംജീരകം വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പു, അതേപോലെ തന്നെ 4 ഏലക്ക ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു ചെറിയ കഷ്ണം തുണിയിൽ കെട്ടിയിട്ട് കിഴി പോലെ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മട്ടൻ വേവിക്കുന്ന സമയത്ത് ഇതെല്ലാം ഇട്ട് കൊടുക്കണം. വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്ത് മാറ്റുകയും വേണം. അപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാനുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിഴികെട്ടി എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് മുഴുവനായിട്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് എടുത്ത് മാറ്റിയാലും മതിയാവും. അപ്പോൾ ദാ ഞാനിതിവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മട്ടൻ യക്നി പുലാവ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് 1/2 കിലോ മട്ടന് നല്ലോണം കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിലാണ് കേട്ടോ ഞാനിവിടെ മട്ടൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ദാ കുക്കറിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതും ഒരു കൂട് വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അരിക്ക് കണക്കായിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. 3 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളത്. അപ്പം 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. ഇപ്പം ഞാനിതിലേക്ക് 3 കപ്പ് കറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കിഴികെട്ടി വെച്ചിട്ടുള്ള സ്പൈസസ് ഇല്ലേ അതും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ഗ്യാസിലേക്ക് വെച്ചിട്ട് 4-5 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി മട്ടനൊന്ന് വെന്ത് കിട്ടുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ. നമ്മൾ ബിരിയാണിക്കെല്ലാം ഫ്രൈ ആക്കി എടുക്കൂലേ അതേപോലെ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു വലിയ ഉള്ളി നേർമയായിട്ട് കട്ട് ചെയ്ത് എടുത്തിന്. ഇനി ഇതൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. പിന്നെ ഇല്ലേ മട്ടന് പകരം ബീഫ് വെച്ചിട്ടും ഇതേ രീതിയിൽ പുലാവ് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടാവുക. എല്ലാവരും മട്ടന് കൂട്ടണം കഴിക്കണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ബീഫ് വെച്ചിട്ടും ഇതേ രീതിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതാ പുലാവിന് വേണ്ടിയിട്ട് ഒരു സൈഡ് ഡിഷ് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. നല്ലൊരു ടൊമാറ്റോ ചട്നി കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3-4 വെളുത്തുള്ളിയും അതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മാത്രം വെള്ളം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലൊഴിച്ച് അടച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനിടയിലായിട്ട് നമ്മളെ മട്ടൻ ഇതാ നല്ലോണം വെന്ത് അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിനിടയിലായിട്ട് എന്താ പറയുക അന്നേരം ഉണ്ടാകുന്ന പാത്രങ്ങളൊക്കെ ഇല്ലേ അത് കഴുകലും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വീഡിയോയിൽ കാണിക്കാത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മട്ടനിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കിഴികെട്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സ്പൈസസ് ഇല്ലേ അത് അങ്ങനെ തന്നെ എടുത്ത് മാറ്റാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ചെയ്യാന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതാ മട്ടന് ഒരു അരിപ്പയിലേക്ക് അരിച്ച് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കാണുന്ന മട്ടൺ സ്റ്റോക്കില്ലേ അതിലാണ് നമ്മൾ പുലാവ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഈ ഒരു ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തതൊക്കെ ഇല്ലേ അത് നമ്മൾ റൈസിലേക്ക് ആവശ്യമില്ല. അതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മട്ടൻ പുലാവ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ടൊരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിച്ചൂറ്റി വെച്ചിട്ടുള്ള മട്ടനില്ലേ അതിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് 2-3 മിനിറ്റ് നേരം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. ഇതിൽ കാണിച്ച അതേ രീതിയിൽ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മൾ യക്നി പുലാവ് റെഡിയാക്കി എടുക്കാം. 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മണിക്കുരുമുളകില്ലേ മുഴുവൻ കുരുമുളക് അതും പിന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും എരിവിന് ആവശ്യമായിട്ട് അതായത് ഒരു 5-8 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് നടുവിലായിട്ട് കീറിയിട്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും ഒരു 3-4 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ.
അതിന് ശേഷം ഇതാ നമ്മൾ നേരത്തെ മട്ടൺ വേവിച്ചിട്ടുള്ള വെള്ളമില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരിക്ക് കറക്റ്റായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ 3 കപ്പ് വെള്ളമല്ലേ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ, അതിൻ്റെ കൂടെ 1.5 കപ്പ് വെള്ളം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. 1 കപ്പ് അരിക്ക് 1 കപ്പ് ബസ്മതി റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന നിലയിലാണ് കേട്ടോ ഈ ഒരു പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ മട്ടൺ വേവിച്ചിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ബസ്മതി റൈസും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലുള്ള വെള്ളം വറ്റുന്നത് വരെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അന്നത്തെ ദിവസം നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മുറ്റടിച്ചിട്ട് ഞാനിങ്ങ് ഉള്ളിലേക്ക് വരുത്തും, പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടേനും. അങ്ങനെ കുറച്ച് നേരം മഴ നോക്കി നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ റൈസിലുള്ള വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും 1 കപ്പ് തൈരും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് എന്താ പറയുക വേവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന അരിൻ്റെ അളവും അതിന് കണക്കായിട്ടുള്ള വെള്ളവും കറക്റ്റ് ആണെങ്കിലേ ഈ ഒരു പുലാവ് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റൈസ് അവിടെ വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് കുറച്ചും കൂടെ എനിക്ക് പാത്രങ്ങളെല്ലാം കഴുകി വെക്കാനുണ്ടേനും അതിലൊന്ന് കഴുകി വെക്കട്ടെ. ഓരോ പണികൾ ചെയ്യുന്നതിനിടയിലായിട്ട് കുറച്ച് പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അത് അപ്പം തന്നെ കഴുകി വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ അങ്ങനെ കുന്നുകൂടി കിടക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ കുറച്ച് പാത്രങ്ങൾ ബാക്കിയുണ്ടേനും അതിലൊന്ന് കഴുകിയെടുക്കട്ടെ. അങ്ങനെയാകുമ്പോൾ നമ്മളെ കിച്ചണിലെ പണി വേഗം തന്നെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമല്ലോ. അപ്പോൾ അതാ എൻ്റെ പാത്രങ്ങളെല്ലാം ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ റൈസ് ഇവിടെ നല്ലോണം കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉള്ളൊരു റൈസാണിത്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്ക്, സൂപ്പറാണ്. നമ്മൾ ബിരിയാണിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഉള്ളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് സമയം പോലെ ഇത് വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. പിന്നെ അതാ ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തുകൂടെ കാണിക്കുന്നുണ്ട്. എന്നാൽ മാത്രമല്ല നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു മുഞ്ചും കാര്യങ്ങളും പെർഫെക്ഷനും ഒക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ സെർവ് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചതിൽ നിന്ന് കുറച്ച് ഉള്ളി ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടേനും അതുകൊണ്ട് ഇതാ ഇതിൻ്റെ മേലിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മൾ തമ്പനെയിൽ കൊടുക്കാനും വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാനുണ്ടേനും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സെർവ് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ചോറുണ്ടാക്കലും അതിൻ്റെ കാര്യങ്ങളും പരിപാടിയെല്ലാം കഴിയുമ്പോഴത്തേക്കില്ലേ എനിക്ക് എന്തെല്ലോ തിന്നാനുള്ളൊരു പൂതി ഉണ്ടേനു കേട്ടോ. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്, എന്തെല്ലോ ഇങ്ങനെ മധുരമുള്ളത് കഴിക്കണമെന്ന് തോന്നിയിട്ട് ഞാനൊരു പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മഗ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടേനു കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ അതാണ്. അപ്പോൾ അന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു റൈസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ടുള്ള കിച്ചൻ്റെ കോലാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇല്ലേ ആ ഒരു വീഡിയോ ഇല്ലേ നമ്മൾ മഗ് കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ, അത് നിങ്ങളാരും കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. കാണാത്തവരെന്തായാലും ആ ഒരു വീഡിയോ കണ്ടോക്ക്. നമുക്കിങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും തിന്നാനെല്ലാം തോന്നൂലേ, ആ ഒരു സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മഗ് കേക്കാണ്. എല്ലാവരും വീഡിയോ കാണുക, ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ആ ഒരു കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നിരന്ന് കിടന്നിട്ടുണ്ടേനും. അപ്പോൾ അതെല്ലാം അതിൻ്റെതായ സ്ഥാനത്ത് എടുത്ത് വെക്കലും കൗണ്ടർ ടോപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും പണികളും അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുളിയും നിസ്കാരവും കുറച്ച് നേരം വെറുതെ ഇരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ ചോറ് തിന്നാനിരുന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പുലാവ് കഴിക്കാനും വേണ്ടിയിട്ട്.
അതിൻ്റെ കൂടെ ഞാനൊരു മയോണൈസ് കൂടെ റെഡി ആക്കിയിട്ടുണ്ടേനും. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് ചോറ് തിന്നില്ല. പിന്നെ ചോറ് തിന്നതിൻ്റെ ശേഷം നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ കേക്ക്, അപ്പോൾ അത് കുറച്ച് കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ ചോറ് തിന്ന് കഴിഞ്ഞിട്ട് അതും കൂടെ കഴിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ ആ ഒരു കേക്കാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടേനു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. നമ്മളെ റെസിപ്പി ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായമെല്ലാം പറയാം. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രം എന്നിട്ടാണ് ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. ബൈ.